Hey everybody, welcome back to the classes. Thank you so much for joining today. And today is going to be day 5 of our training, right? And in the general English in the day 1 So നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഞാൻ സാധാരണ പറയാറുള്ള പോലെ പേരും സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ ഈ ഐ ബട്ടണിൽ പോയിട്ട് ആ പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡേ 1 മുതലുള്ള ക്ലാസ്സുകൾ കാണുക. നോട്ട്സും അതുപോലെ നിങ്ങൾക്ക് സ്വയം ചെയ്ത് പൂർത്തിയാക്കേണ്ട ചില ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ ഓരോ ദിവസം ക്ലാസ് കണ്ട് ആ ടാസ്കുകളൊക്കെ ഫിനിഷ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ നല്ലൊരു നോളജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ. So it's really exciting to see our channel growing. People are coming to the channel, watching videos, they are leaving their remarks. So thank you so much for that. So please share the link of the channel to your friends and family and bring in maximum number of people to this learning community. Okay. So നമുക്ക് let's learn together and grow together എന്നാണല്ലോ നമ്മൾ സാധാരണ പറയാറുള്ളത്. സോ അതിലേക്ക് നമ്മൾ മാക്സിമം ആളുകളെ കൊണ്ടുവരിക. ഓക്കെ. സോ ഇന്ന് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ജനറൽ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. സോ ഈ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. സോ പല ആളുകളുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇംഗ്ലീഷിൻ്റെ ഈ റൂൾസൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ ഈ റൂൾസൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ സാധിക്കാത്തത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ റൂൾസ് എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്? അത് ഈ നമ്മുടെ ഇംഗ്ലീഷിലുള്ള വേർഡ്സിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. സോ അങ്ങനെ ഒരു പർട്ടിക്കുലർ റൂള് പ്രകാരം അല്ലാണ്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയമാവില്ല നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് മനസ്സിലാവുന്നത് ആ കൃത്യമായ ആശയം ആയിക്കൊള്ളുന്നില്ല അല്ലേ. ഇപ്പോൾ ഈ റൂൾസ് ഇല്ലാണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയോ, അല്ലെങ്കിൽ റൂൾസ് ഇല്ലാണ്ട് നമ്മൾ ഇംഗ്ലീഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയോ. ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ നല്ല ഒരു ബിരിയാണി ഉണ്ടാക്കിയെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ നല്ല ഒരു ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ആ ബിരിയാണി ഇങ്ങനെ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്, ഡൈനിങ് ടേബിൾ സെർവ് ചെയ്തിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, നല്ല ലുക്കുണ്ട്. ആ ബിരിയാണി ഇങ്ങനെ ഇരിക്കുന്ന അതിൻ്റെ ആ കളറും അതിൻ്റെ ആ ലുക്കും ഇതൊക്കെ കണ്ടാൽ ഭയങ്കര അടിപൊളി ബിരിയാണിയാണ്, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഗസ്റ്റുകളൊക്കെ വിളിച്ചിരുത്തി ഇവരിത് കൊതിയോടെടുത്ത് വായിൽ വെക്കുമ്പോഴാണ് അറിയുന്നത് എന്ത്, ഇതിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടെന്ന്. എന്തായിരിക്കും അവസ്ഥ? നമ്മളും അതിൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. നമ്മളും വായിൽ വെച്ചു, അവരും വായിൽ വെച്ചു, എല്ലാവരും പരസ്പരം നോക്കുകയാണ്. എന്താ സംഭവം? ഉപ്പിട്ടിട്ടില്ല. അത്തരൊരു സിറ്റുവേഷനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ അതോടുകൂടി എന്തായി, ആ ബിരിയാണിയുടെ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും ആളുകൾ മറന്നുപോയി. അതിൻ്റെ ആ അരോമ, അതിൻ്റെ ആ ടേസ്റ്റ്, ടെക്സ്ചർ, അതിൻ്റെ ആ ലുക്ക്, ബാക്കിയുള്ള എല്ലാ സംഭവം ആളുകൾ മറക്കും. ഈ ഒരൊറ്റ കാര്യമാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ പറ്റി അവർ ഓർത്ത് വെക്കുക. സോ എന്നതുപോലെയാണ് നമ്മൾ ഈ റൂൾസ് പാലിക്കാണ്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര സെറ്റപ്പിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും, ചിലപ്പോൾ ഭയങ്കര വെസ്റ്റേൺ ആക്സെൻറ്റിലൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ ഈ ചെറിയ ചെറിയ ഗ്രാമർ റൂൾസ് തെറ്റിച്ച് കഴിഞ്ഞാൽ എന്തായി പോവും? ഒരു ഉപ്പിടാത്ത പോലെ ആയി പോവും. എന്താ ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് ബാക്കിയുള്ള ആളുകൾ മുഖത്തോട് മുഖം നോക്കുന്ന ഒരവസ്ഥ വരും. സോ അതുകൊണ്ടാണ് ഈ റൂൾസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇത്തരം റൂൾസൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. സോ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആണോ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം ഇപ്പം നമ്മുടെ ഒരു വണ്ടിയാണെന്ന് വിചാരിച്ചോളൂ, ഒരു വണ്ടി. ഓക്കെ. സോ ഈ വണ്ടിയുടെ ഡിഫറെൻറ്റ് പാർട്സ് ഒക്കെ നിങ്ങൾ നോക്കി നോക്കൂ. ഇപ്പോൾ വണ്ടിക്ക് എന്തെല്ലാം പാർട്സ് ഉണ്ട്? നമുക്ക് അറിയുന്ന പാർട്സ് എന്ന് പറഞ്ഞു നോക്കൂ അല്ലേ. വണ്ടിക്ക് സ്റ്റിയറിംഗ് ഉണ്ട്. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ ഏതാണെന്ന്? അല്ലെങ്കിൽ വണ്ടിയുടെ ക്ലച്ച്, അല്ലെങ്കിൽ വണ്ടിയുടെ ബ്രേക്ക്, ടയർ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വണ്ടിയുടെ ഏത് ഭാഗമാണ് അത് എന്തിന് യൂസ് ചെയ്യുന്നതാണെന്നൊക്കെ? ഇനിയിപ്പോൾ അതൊക്കെ നമുക്ക് അറിയുന്നത്, അതൊക്കെ ഏത് ഭാഗമാണ്, അത് എന്തിന് യൂസ് ചെയ്യുന്നതാണെന്ന് അറിയുന്നത് കൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയാണ്ടിരിക്കുമോ? ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഈ റൂൾസൊക്കെ അറിയുമ്പോൾ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റൂൾസ് തെറ്റോ എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ഏത് റൂള് ഉപയോഗിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് നമുക്ക് ഫ്ലുവൻസി കിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾ റൂൾസ് പഠിപ്പിക്കില്ല, വേർഡ്സ് പഠിപ്പിക്കില്ല, ഞങ്ങളൊന്നും പഠിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പരസ്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ സാധനങ്ങളൊക്കെ എന്താണ് എന്ന് അറിയുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അത് എന്തിന് യൂസ് ചെയ്യുന്നതാണെന്ന് അറിയുന്നത് കൊണ്ടോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ കഴിയാണ്ടിരിക്കുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ ആലോചിച്ച് അത് എന്തിന് യൂസ് ചെയ്യുന്നതാണെന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നത്.
അല്ല, ഒരു പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ കുറച്ച് മെല്ലെ മെല്ലെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതൊരു 4 ദിവസം ചെയ്യുമ്പോൾ നമുക്ക് എന്താവും, അത് സ്പീഡാവും. പിന്നെ നമ്മൾ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കുന്നില്ല, പിന്നെ നമ്മൾ ചെയ്യുന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലെ റൂൾസ്. ഇത് പഠിച്ചെടുക്കാൻ, ഇപ്പോൾ ഈ വണ്ടിക്ക് ഇങ്ങനെയൊക്കെ ഭാഗങ്ങളുണ്ട്, അതൊക്കെ എൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുന്നതാണെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങൾ എന്തെങ്കിലും പിന്നെ കോഡ് ഉപയോഗിച്ചിട്ടോ പല ടൈപ്പ് ആളുകളുണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. അതായത് ചില ആളുകൾ കോഡുകൾ ഉപയോഗിച്ചിട്ട് പഠിപ്പിക്കുന്നു, ചില ആളുകൾ നിങ്ങളുടെ രക്തത്തിലേക്ക് ഇംഗ്ലീഷിനെ അലിയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഫ്യൂസിങ് ഇംഗ്ലീഷ് ടു യുവർ ബ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ന്യൂറോ ലിംഗ്വിസ്റ്റിക് ടെക്നിക്കിലൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ട, ഒരു MRI സ്കാനൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നിങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. കാരണം എന്താണ്, വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റൂൾസ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ. സോ അത് ഭയങ്കര കൺഫ്യൂസിങ് ആണ് എന്ന് വരുത്തി തീർത്തിട്ട് പിന്നെന്ത് ചെയ്യാണ് അവർ, ഒരു പക്ഷേ അത് സെല്ല് ചെയ്യാൻ നോക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് കോഴ്സ് സെല്ല് ചെയ്യാൻ നോക്കുന്ന ആളുകളാണ് ഇതെന്തോ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ടുള്ള സാധനമാണെന്ന് ഉള്ള ഒരു ധാരണ നിങ്ങളുടെ ഉള്ളിൽ. ഇത് വളരെ സിമ്പിളാണ് ഇംഗ്ലീഷിൻ്റെ റൂൾസ്. അത് മനസ്സിലാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് എന്തുണ്ടാവില്ല, ഒരു കാരണവശാലും നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ഫ്ലുവൻസിക്കോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയാത്ത സിറ്റുവേഷൻ ഒന്നും ഉണ്ടാവില്ല. എല്ലാ സംഭവങ്ങളും ഇപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന എന്തെങ്കിലും കോഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ അത്ര പൊട്ടന്മാരാണോ, അത്ര നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതുണ്ടോ നമ്മളെയൊക്കെ? നമുക്ക് ഇത് എന്താണ്, ഓരോ സംഭവം കേട്ടാൽ അത് എന്താണെന്ന് മനസ്സിലാക്കാനും അതിൻ്റെ യൂസേജ് എന്താണ് എന്ന് പഠിക്കാനൊക്കെയുള്ള ബുദ്ധി ഇല്ലേ നമുക്ക് പിന്നെ അതിന് വേറൊരു കോഡിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും അല്ല മര്യാദയ്ക്ക് ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരാളും പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. സോ ഇതുപോലെ സിമ്പിളായിട്ട്, ഇതിപ്പോൾ ഏതൊരു കുട്ടിക്കും അറിയാം. നമ്മുടെ വീട്ടിലെ ഏത് ചെറിയ കുട്ടിനോട് ചോദിച്ചാലും ഒരു വണ്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ പാർട്സ് എന്താണ്, അത് എന്തിനു യൂസ് ചെയ്യുന്നതെന്ന് അറിയാം അല്ലേ? സോ അത്രയും സിമ്പിളാണ് ഇംഗ്ലീഷിൻ്റെ റൂൾസും. സോ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ലെവൽ നമുക്ക് അറിയുന്നുണ്ടാവില്ല. അവിടെ നമ്മളൊരു സിലബസ് തീർക്കുന്ന പോലെ തീർത്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ എടുത്തിട്ടുണ്ടാവുള്ളൂ. മെയിൻ പ്രശ്നം സ്കൂളിൽ പഠിപ്പിച്ചതല്ല, നമ്മൾ പഠിക്കാത്ത പ്രശ്നമാണ്, അല്ലെങ്കിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യാത്ത പ്രശ്നമാണ്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുന്നു, ഒരു പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ എടുത്ത് അവിടെ നമുക്ക് ആവശ്യം വരാവുന്ന, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മറികടക്കാൻ നമുക്ക് ഏത് റൂളാണോ ആവശ്യം അതപ്പോൾ മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ അപ്പം തന്നെ ഉപയോഗിച്ച് ശീലിക്കുക. അപ്പോൾ എന്താവും, നമുക്ക് ആ റൂളിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ മറികടക്കേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും. ഇങ്ങനെ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് നമ്മൾ ഓരോ ക്ലാസ്സിലും മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഒരു 2-3 months കൊണ്ട് നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഒരാളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ ആക്കിത്തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ബേസിക് ലെവൽ മുതൽ ഇംഗ്ലീഷ് പഠിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ജനറൽ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ടച്ച് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ എടുത്ത എക്സാമ്പിൾ, ഇപ്പോൾ ഈ വണ്ടിയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുന്നത്, ഞാൻ ഈ വണ്ടിയുടെ എക്സാമ്പിൾ എപ്പോഴും എടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു സ്കില്ലാണല്ലോ ഈ ഡ്രൈവിംഗ് സ്കില്ല്. മിക്കവാറും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഡ്രൈവിംഗ് അറിയാത്ത ആളുകൾക്ക് വരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സ്കില്ലായതുകൊണ്ടാണ് അത് എടുക്കുന്നത് കേട്ടോ. സോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ഇംഗ്ലീഷ് സെൻറ്റൻസ് എടുത്തു എന്ന് വിചാരിച്ചോ, അതിനും എന്തുണ്ട്, ഈ വണ്ടിയുടെ ഡിഫറെൻറ്റ് പാർട്സ് പോലെ എന്തുണ്ടാവും, ഇംഗ്ലീഷ് സെൻറ്റൻസിനും ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. സോ ഏതൊക്കെയാണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് പഠിച്ചാൽ മതി. വളരെ സിമ്പിളാണത്. ചില റൂൾസ് പ്രകാരമാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ, ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ട് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു വണ്ടിയുടെ ഇമ്പോർട്ടൻ്റ് പാർട്ട് ഏതാണ്, ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എഞ്ചിനാണ് അല്ലേ? എഞ്ചിൻ ഇല്ലാതെ വണ്ടി ഓടുമോ? ഇല്ല. എഞ്ചിന് വേണം, ഗിയർ ബോക്സ് വേണം, ടയർ വേണം, സ്റ്റിയറിംഗ് വേണം, സീറ്റ് വേണം, പല സാധനങ്ങളും വേണം. പക്ഷേ എഞ്ചിനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി വെഹിക്കിൾ അല്ലേ? സോ അതുപോലെ നമുക്ക് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഏതാണെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ സെൻറ്റൻസ് എടുക്കാം. ഏതാണ്, നമുക്ക് ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ സെൻറ്റൻസ് പറയൂ. ഏത് സെൻറ്റൻസ് എടുക്കുക? അപ്പോൾ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു സെൻറ്റൻസ് എടുത്താലോ? ഐ ലവ് യു. പല ആളുകളും പറയുന്നത് ഇതിൻ്റെ പിന്നാലെ പോയിട്ടാണ് ഇംഗ്ലീഷിലുള്ള ബാക്കി ഭാഗങ്ങളൊന്നും പഠിക്കാൻ പറ്റാതെ ഇരുന്നതെന്നാണ്. ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ?
സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതിൻ്റെ പിന്നാലെ പോയിട്ട് പിന്നെ ബാക്കി പഠിക്കാൻ പറ്റാണ്ട് പോയ അവസ്ഥ ഉണ്ടെങ്കിൽ താഴെ നിന്ന് കമൻ്റ് അടിക്കണേ. സോ ഐ ലവ് യു എന്ന് പറയുന്ന സെൻറ്റൻസ് എല്ലാവർക്കും അറിയുന്ന സെൻറ്റൻസ് ആണല്ലോ. വളരെ സിമ്പിൾ സെൻറ്റൻസ് ആണ്. നമുക്ക് ഈ സെൻറ്റൻസ് വെച്ചിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ എൻജിൻ ഏതാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ ഈ സെൻറ്റൻസിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ സെൻറ്റൻസിലുള്ള ഇതിലിപ്പോൾ 3 വേർഡ്സ് അല്ലേ ഉള്ളൂ. ഐ ലവ് യു 3 വേർഡ്സ് അല്ലേ ഉള്ളൂ. ഇതിലുള്ള ഈ ഐ എന്ന് പറയുന്ന ഈ വേർഡ് ഞാൻ ഒഴിവാക്കി എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു. സോ ബാക്കി എന്താ ഉള്ളത്? ലവ് യു. സോ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അല്ലേ. സോ ഈ ഐ ഇല്ലാതെ നമ്മൾ വെറുതെ ലവ് യു എന്ന് എഴുതിയാലും ആ സംഭവത്തിന് എന്തുണ്ട്? ഒരു മീനിങ് ഉണ്ട് അല്ലേ. അതിനൊരു നിലനിൽപ്പുണ്ട്. ലവ് യു എന്തോ ഒരു ആശയം അതിന് ഉണ്ട്. ഐ ഒഴിവാക്കി എഴുതിയാലും ലവ് യു അല്ലേ. ഇനി നമ്മൾ ഐ ഇവിടെ തന്നെ ഉണ്ട്, ഈ യു ഒഴിവാക്കി എന്ന് വിചാരിക്കുക. അപ്പോൾ എന്തായി? ഐ ലവ്. സോ ഈ ഐ ലവ് എന്ന് പറയുമ്പോഴും അതിനെന്തോ ഒരു ആശയം, നമുക്കൊരു എത്തും പിടിയില്ലാത്തൊരവസ്ഥ ഇല്ല അല്ലേ. അതിനൊരു നിലനിൽപ്പുണ്ട്. ഇനി നമ്മൾ ഈ ഐയും യുവും ഇവിടെ നിർത്തിയിട്ട് ഈ ലവ് എന്ന് പറയുന്ന ഭാഗം ഒഴിവാക്കിയാലോ? ഐ യു. അതിനെന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടോ? അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആശയം ഉണ്ടോ? ഇല്ല. അത് ഒരു സിംപ്ലി 2 വേർഡ്സ് അല്ലേ. 2 വേർഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അവർ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കണക്ഷൻ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന 2 വേർഡ്സ് ആയിട്ട് നമുക്ക് തോന്നുള്ളൂ ഐ അല്ലെങ്കിൽ യു എന്ന്. സോ ഐ ഇല്ലാണ്ട് ലവ് യു എന്നാണെങ്കിലും ഐ ലവ് എന്നാവുമ്പോഴൊക്കെ എന്തുണ്ട്? അതിന് ഒരു മീനിങ് വരുന്നുണ്ട്, ഒരു ആശയം, എന്തോ ഒരു ആശയം വരുന്നുണ്ട്, ഒരു എക്സിസ്റ്റൻസ് ഉണ്ട് അല്ലേ, ഒരു നിലനിൽപ്പുണ്ട്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ ലവ് എന്ന് പറയുന്ന പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഈ ഐ ലവ് യു എന്ന് പറയുന്ന സെൻറ്റൻസിൻ്റെ എൻജിൻ ആരാണ്? ഈ ലവ് എന്ന് പറയുന്ന ഭാഗമാണ്. ആ ഭാഗം ഉണ്ടെങ്കിൽ എന്തുള്ളൂ? ആ സെൻറ്റൻസിനൊരു നിലനിൽപ്പുള്ളൂ, ഒരു ആശയമുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്തോ ഒരു 2 വേർഡ്സ് മാത്രമായി പോവാണ് അല്ലേ. സോ ഈ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ അതിൻ്റെ മീനിങ്? ഞാൻ പറഞ്ഞു, സ്നേഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക എന്നൊക്കെയുള്ള മീനിങ് ആണ്. എന്ന് വെച്ചാൽ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവർത്തനമാണ് അല്ലേ, അതൊരു ആക്ഷനാണ്. സോ ഇങ്ങനെയുള്ള ഈ ആക്ഷനെ സൂചിപ്പിക്കുന്ന ഇത്തരം വാക്കുകൾക്ക് ഇംഗ്ലീഷിലൊരു പേരുണ്ട്. ആ പേര് പഠിക്കാം. നമ്മളിപ്പോൾ വാഹനത്തിന് എൻജിൻ എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിൻ്റെ ഒക്കെ പേര് പറയുന്നത് പോലെ ഇംഗ്ലീഷ് സെൻറ്റൻസിൽ ഉള്ള ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് ഈ ആക്ഷനെ സൂചിപ്പിക്കുന്ന, പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ. ഇത്തരം വാക്കുകളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ എന്തെന്ന് വിളിക്കുന്നത്? വേർബ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുക? വേർബ്. വേർബ് എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതൊരു ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. ആക്ഷൻ. ഓക്കെ. സോ ലവ് എന്ന് പറയുന്നത് ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ് അല്ലേ, സ്നേഹിക്കുക. ഇനി അതുപോലെ ആക്ഷനെ സൂചിപ്പിക്കുന്ന വേറെ വാക്കുകളൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീഡ് ഒരാക്ഷനാണ് അല്ലേ, അല്ലെങ്കിൽ ലുക്ക് ഒരാക്ഷനാണ്, സിറ്റ് അതൊരു ആക്ഷനാണ്, ഒരു പ്രവർത്തനമാണ് അല്ലേ, അല്ലെങ്കിൽ റൺ ഒരു പ്രവർത്തനമാണ്. സോ ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന, അതായത് ആക്ഷനെ സൂചിപ്പിക്കുന്ന ഇത്തരം വാക്കുകളൊക്കെ എന്തെന്നാ വിളിക്കുക? വേർബ് എന്നാണ് വിളിക്കുക. ഈ വേർബിൻ്റെ പ്രത്യേകത എന്താണെന്നപ്പോൾ ഞാൻ പറഞ്ഞത്, വേർബ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വേർഡ് ഇൻ എ സെൻറ്റൻസ്. ആ വേർബ് വരുമ്പോഴാണ് എന്ത് വരുന്നത്? ആ സെൻറ്റൻസിന് ഒരു മീനിങ് വരുന്നത്. സോ നമ്മളിപ്പോൾ പഠിച്ചത് എൻജിനാണ് അല്ലേ, ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ എൻജിനാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേർഡാണ്. അതേതാണ്? വേർബാണ്. ലവ് ആണെന്നല്ലേ, അതേതാണ്? ആ വേർബാണ്. ഓക്കെ. സോ ഈ ഒരു ശില്പിയുടെ കഥ പറയാറുണ്ട്. അതായത് ഒരാളെന്നും ജോലിക്ക് പോകുന്ന വഴിക്കൊരു ശില്പി ഇങ്ങനെ ഒരു ശില്പം ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് പോകുന്ന വഴിക്ക് ഒരു ശില്പം ഇങ്ങനെ ഒരു ശില്പി കൊത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇദ്ദേഹം ഇങ്ങനെ പോകുമ്പോൾ
നോക്കും ഈ വർക്ക് എവിടെ എത്തിയെന്ന് ഇങ്ങനെ നോക്കും. അപ്പോൾ ഒരു ദിവസം അങ്ങനെ കാലൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അടുത്ത ദിവസം കൈ റെഡിയാക്കിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ റെഡിയായി വന്നു. പിന്നെ ഓരോ ദിവസം ഇയാൾ ഇങ്ങനെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കും ഈ വർക്ക് എന്തായി എന്നുള്ളത്. അപ്പോൾ ശില്പി ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ഭാഗങ്ങൾ തല ഒക്കെ ഇങ്ങനെ ഫിനിഷ് ചെയ്തു, ചെവി ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വർക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു ആഴ്ച കൊണ്ട് മൊത്തത്തിലൊരു സ്ട്രക്ചർ റെഡിയായി, ഏകദേശം ആയി. പിന്നെ അടുത്ത ദിവസം ഇയാൾ പോകുമ്പോൾ ഈ ശില്പത്തിൻ്റെ കണ്ണാണ് കൊത്തിക്കൊണ്ടിരിക്കുന്നത്, കണ്ണ്. അങ്ങനെ അദ്ദേഹം കുറച്ചു നേരം നോക്കിന്ന് പോയി, തിരിച്ചു വരുമ്പോഴും ശില്പി കണ്ണ് തന്നെയാണ് കൊത്തുന്നത്. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹം വീട്ടിൽ പോയി. പിറ്റേ ദിവസം ഇയാൾ ജോലിക്ക് പോകുമ്പോഴും എന്ത് ചെയ്യുന്നു, ശില്പി ഇതിൻ്റെ കണ്ണ് തന്നെയാണ് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതും കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതും. അടുത്ത ദിവസം ഇദ്ദേഹം അങ്ങനെ അന്ന് ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഇദ്ദേഹം ഈ കണ്ണിൽ തന്നെയാണ് ഇയാളുടെ വർക്ക് നടക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഇതിപ്പോൾ ഈ ശില്പം മൊത്തം കൊത്തിയെടുക്കാൻ ആകെ 4-5 ദിവസം എടുത്തിട്ടുള്ളൂ, പക്ഷേ ഈ 2 ദിവസമായിട്ട് ഇദ്ദേഹം ഇതിൻ്റെ കണ്ണിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വിചാരിച്ചു ഇദ്ദേഹം ശില്പിയോട് ചോദിക്കുകയാണ്, എന്ത് നിങ്ങളിങ്ങനെ ഞാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾ ശില്പം മൊത്തം കൊത്തിയെടുത്തെങ്കിലും ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് സ്ഥിരമായിട്ട് ഈ കണ്ണ് തന്നെയാണല്ലോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് അത് സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ശില്പി പറഞ്ഞത്രേ, ഈ ശില്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് കണ്ണ്. ഈ കണ്ണിൻ്റെ പൊസിഷൻ, കണ്ണിൻ്റെ പിന്നെ അലൈൻമെൻറ്റ്, അതുപോലെ ഈ സംഭവം കറക്റ്റായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ശില്പം മൊത്തം എന്തായി പോകും, ഫ്ലോ. അപ്പോൾ ശില്പം ഇങ്ങനെ നിൽക്കുന്ന ഇതിന് കണ്ണ് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിലോ പോയില്ലേ കാര്യം, അല്ലേ? അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ ഈ കണ്ണിൻ്റെ അലൈൻമെൻറ്റോ അല്ലെങ്കിൽ കണ്ണിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, അല്ലേ? ആദ്യം നമ്മളെ ക്യാച്ച് ചെയ്യുന്നൊരു പാർട്ടാണ് എന്ത്, കണ്ണ്. സോ ഈ കണ്ണിൻ്റെ അലൈൻമെൻറ്റ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആ ശില്പം മൊത്തം ഇനി എന്തുകൊണ്ട് ഉണ്ടാക്കിയതായാലും, എത്ര ഹാർഡ് വർക്ക് ചെയ്ത് എത്ര പൈസ ചിലവാക്കിയതാണെങ്കിലൊക്കെ പോയി, അല്ലേ? സോ എന്നതുപോലെ ഇംഗ്ലീഷ് സെൻറ്റൻസിൻ്റെ കണ്ണാണ് ഇതെന്ന് മനസ്സിലാക്കുക, വേർബ് എന്ന് മനസ്സിലാക്കുക. വേർബ് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായി പോവും, ആ സെൻറ്റൻസ് മൊത്തം പോവും, കയ്യിൽ നിന്ന് പോവും. എന്താ സംഭവം എന്ന് ആളുകൾക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ നമ്മളുടെ സകലമാന അന്തസ്സ് ഇടിഞ്ഞു പോയിക്കോളും. സോ അതുകൊണ്ട് വേർബിനെ പറ്റി നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. വേർബിൻ്റെ കറക്റ്റ് രീതികൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ഒരു വേർബിനെ, ഒരു സെൻറ്റൻസിനെ കൊണ്ടുവരുന്നത് എന്നത് തീരുമാനിക്കുന്നത് അതിലെ വേർബ് എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മലയാളത്തിലൊരു കുടിക്കുക, ഇതൊരു മലയാളത്തിലെ ഒരു വേർബാണ്, അല്ലേ? ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ് കുടിക്കുക. സോ നമ്മൾ എപ്പോഴും ഈ ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഈ കുടിക്കുക എന്ന് തന്നെ യൂസ് ചെയ്തോളണമെന്നില്ല, അങ്ങനെ യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതല്ലാതെ നമ്മൾ ഇതിനെ മറ്റ് പല രീതിയിലേക്ക് മാറ്റിയിട്ടൊക്കെ യൂസ് ചെയ്യും, അല്ലേ? ചിലപ്പോൾ നമ്മൾ കുടിച്ചു എന്നാക്കും, അല്ലെങ്കിൽ കുടിക്കും എന്നാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താക്കും, കുടിക്കുകയാണ് എന്നാക്കും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കുടിച്ചിട്ടുണ്ട് എന്നാക്കാറുണ്ട്, അല്ലെങ്കിൽ വേറെ ചില സിറ്റുവേഷനിൽ കുടിച്ചിരുന്നു എന്നാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ കുടിക്കണം, അല്ലെങ്കിൽ കുടിക്കുകയായിരുന്നു എന്നാക്കാറുണ്ട്. ഇതെന്തിനാ ഇതിനെ ഈ ഒരു വേർബിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റി ഉപയോഗിക്കുന്നത്? നമുക്ക് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ആശയം അത് കൃത്യമായിട്ട് അങ്ങനെ മാറ്റി ഉപയോഗിച്ചാലേ കേൾക്കുന്ന ആളുകൾക്ക് ഇത് ഇപ്പം നടന്നതാണോ, പണ്ട് നടന്നതാണോ, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നതാണെന്നാണോ, അല്ലെങ്കിൽ ചെയ്യില്ല എന്നാണോ എന്നൊക്കെ മനസ്സിലാവുള്ളൂ. എല്ലായിടത്തും നമ്മൾ കുടിക്കുക എന്ന് ഉപയോഗിച്ചാൽ കാര്യം നടക്കുമോ മലയാളത്തിൽ? ഇല്ല. സോ നമ്മൾ പിന്നെ ഈ കുടിക്കുക എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്, ഒരു ബേസ് രൂപമാണ്, അല്ലേ? ബേസ് ഫോം എന്നൊക്കെ നമുക്ക് പറയാം. എന്തെന്ന് പറയാം? ബേസ് ഫോം. ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അതൊക്കെ ഒരു ലാംഗ്വേജ് ലേണർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ പറയുമ്പോൾ അത് പിന്നെയും ഗ്രാമർ പഠിപ്പിച്ചു തുടങ്ങിയെന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു അടിസ്ഥാന രൂപമാണ്, അതുകൊണ്ടാണ് അതിനെ ബേസ് ഫോം എന്ന് വിളിക്കുന്നത്, അല്ലേ? സോ ഈ കുടിക്കുക എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസ് ഫോമാണ്. ഈ ബേസ് ഫോം തന്നെ എപ്പോഴും യൂസ് ചെയ്തോ, ഈ ബേസ് ഫോം അങ്ങനെ യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ഒരാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഡോക്ടറാണ്, അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക,
പിന്നെ അതുപോലെ തന്നെ ചുരുങ്ങിയത് ഒരു 8 മണിക്കൂർ ഉറങ്ങുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് പറയുമ്പോൾ അവിടെ നോക്കൂ, കുടിക്കുക, കഴിക്കുക, ഉറങ്ങുക, ഈ ബേസ് ഫോമാണ് യൂസ് ചെയ്യുന്നത്. സോ ബേസ് ഫോമിന് യൂസേജ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ ചില സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി ഉപയോഗിക്കാറുണ്ട് മലയാളത്തിൽ, അല്ലേ? ഇതേപോലെ തന്നെയാണ് ഇംഗ്ലീഷും മലയാളം പോലെ വേറൊരു ലാംഗ്വേജ് ആണ്. സോ അവിടെയും നമുക്ക് എല്ലാ വേർബുകളുടെയും ബേസ് ഫോം മാത്രം യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഇപ്പം നമ്മൾ നേരത്തെ എടുത്ത എന്തെങ്കിലും ഒരു വേർബിൻ്റെ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോൾ ഡ്രിങ്ക് എന്ന് പറയുന്ന ഒരു വേർബ്. സോ ഈ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുടിക്കുക എന്നാണ്. അതായത് ഈ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസ് ഫോമാണ്. ഇത് ഫോമാണ്, ബേസ് ഫോമാണ്. എന്നാൽ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് ഡ്രിങ്ക് എന്ന് മാത്രം ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിനിപ്പോൾ ഈ നമ്മൾ പറഞ്ഞ പോലെയുള്ള മറ്റ് പല ഫോമിലേക്കൊക്കെ മാറ്റിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ഇതെങ്ങനെയാണ് ഇതിനെ മറ്റു ഫോമിലേക്ക് മാറ്റുക? അപ്പോൾ അങ്ങനെ മാറ്റാനുള്ള മാർഗം എന്താണ്? ആ ഓരോ രീതിയിലേക്ക് മാറ്റുമ്പോൾ എന്ത് ആശയമാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് ഇനി വരുന്ന ഏതാനും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുക. സോ നമുക്ക് മലയാളത്തിൽ നിന്ന് യാതൊരു, ഇപ്പോൾ ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇപ്പോൾ ഈ കുടിക്കുക എന്നുള്ളത് കുടിച്ചു എന്നാക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഭാഗം ഒഴിവാക്കി, അല്ലേ? ഈ ഭാഗം ഒഴിവാക്കിയിട്ട് വേറൊരു സാധനം അവിടെ ചേർത്ത് കൊടുത്തു, അങ്ങനെയല്ലേ ചെയ്തത്? അല്ലെങ്കിൽ കുടിക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കുടിക്കൂ വരച്ചു, ഈ അവസാനത്തെ കാ ഒഴിവാക്കിയിട്ട് അവിടെ വേറൊരു സാധനം ചേർത്ത് കൊടുത്തു. ഇങ്ങനെയല്ലേ നമ്മൾ ഇതിനെ വിവിധ ഫോമിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിലും എന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ട ആശയത്തിലേക്ക് ഈ വേർബിനെ മാറ്റിയെടുക്കുന്നത്. ഇതിനോട് മറ്റ് പലതും ചേർത്ത്, ചിലത് ഇതിൻ്റെ ശേഷം ചേർത്ത് കൊടുക്കും, ചിലത് ഇതിൻ്റെ മുമ്പിൽ ചേർത്ത് കൊടുക്കും. ആ ചേർത്ത് കൊടുക്കുന്ന സാധനത്തിനൊരു പേരുണ്ട്. അതൊക്കെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് നമ്മളുടെ ടേക്ക് അവേ എന്താണ്? ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് ഏതാണെന്നാണ്? ഇറ്റ് ഈസ് വേർബ്. മനസ്സിലായല്ലോ? വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ഒരു ആക്ഷനെ സൂചിപ്പിക്കുന്ന വേർഡാണ്. അത് മനസ്സിലായല്ലോ? പിന്നെ വേർബിന് ഒരു ബേസ് ഫോമും പിന്നെ അതിനെ നമുക്ക് മറ്റ് രീതിയിലൊക്കെ മാറ്റിയിട്ടാണ്, എപ്പോഴും ബേസ് ഫോം യൂസ് ചെയ്തോളണമെന്നില്ല, മറ്റ് രീതികളിലേക്കൊക്കെ മാറ്റിയിട്ടാണ് നമ്മൾ വേർബിനെ യൂസ് ചെയ്യുക. അത് മലയാളത്തിലുള്ളതുപോലെ തന്നെ ഇംഗ്ലീഷിലും വേർബിന് വിവിധ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. അതിന് നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നത് പോലെ ഈ വേർബിന് ശേഷമോ മുന്നേ ഒക്കെ ആയിട്ട് പല സംഭവങ്ങളും ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആശയത്തിലേക്ക് ഈ വേർബിനെ കൊണ്ടുപോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കുറേശ്ശെ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങും. സോ ഇന്നത്തെ നമ്മുടെ ജനറൽ ഇംഗ്ലീഷിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. സോ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആശയം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ അത് ഇന്ന ഫോമിൽ പറയാനുള്ളതാണെന്ന് ഓട്ടോമാറ്റിക്കലി വരും. ആ രീതിയിലാണ് നമ്മളിത് പഠിപ്പിക്കുക. കാരണം ഓരോ ദിവസം പഠിപ്പിക്കുന്ന കാര്യത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള വർക്ക്ഷീറ്റ് ഉണ്ടാവും. ആ വർക്ക്ഷീറ്റ് നിങ്ങൾ സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ സംഭവത്തിൽ ഒരു എക്സ്പേർട്ടായി മാറും. പിന്നെ നിങ്ങൾക്ക് അത് തെറ്റാൻ പോകുന്നില്ല, അത് നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. അടുത്ത ദിവസം വേറൊരു ചെറിയ സംഭവം പഠിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഒരുപാട് വർക്കുകൾ ചെയ്യുന്നു. സോ ഇങ്ങനെ വർക്കൗട്ട് ചെയ്ത് പോകുമ്പോഴുള്ള ഗുണം എന്താണ്? നമുക്ക് പിന്നെ അത് തെറ്റുന്ന വിഷയമില്ല, കൺഫ്യൂഷൻ ഇല്ല, ഒന്നും. ചിലപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മറന്നു പോകും. അപ്പം നമുക്ക് ഈ നോട്ട്സോ അല്ലെങ്കിൽ ഈ ക്ലാസ്സോ ഒന്നുകൂടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് ഓർമ്മ വരും. സോ ഇംഗ്ലീഷുമായി നമ്മൾ അത്ര ഒരു അപ്ലിക്കേഷൻ ലെവലിൽ ബന്ധമില്ലാത്തതുകൊണ്ടാണ് എന്താവുന്നത്, നമുക്കിത് ചിലത് മറന്നു പോകുന്നതും ചിലത് കൺഫ്യൂഷൻ ഉണ്ടാവുന്നതൊക്കെ. സോ കുറച്ച് ദിവസമാണ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്താവും, ഇതൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരാശയം, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് പഠിച്ചു കഴിയുമ്പോഴത്തേനും ഒരാശയം നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ അത് ഇന്ന രീതിയിൽ പറയേണ്ടതാണെന്ന് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അറിയും. നിങ്ങൾ അത് ചിന്തിക്കൊന്നും വേണ്ട. യു ഡോണ്ട് നീഡ് ടു think about it. You can just switch from Malayalam to English or English to Malayalam without any hassle. That is what I am offering you, or that is the result of this course. See, we should know what is the result of the course, right? നമ്മളിപ്പോൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ റിസൾട്ട്. ഇപ്പം നമ്മളൊരു വീട് ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചോ. സോ വീട് ഉണ്ടാക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യില്ല, നമ്മൾ കല്ല് വെച്ച് പടുത്തു തുടങ്ങില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു എഞ്ചിനീയറെയോ ആർക്കിടെക്റ്റിനെയൊക്കെ സമീപിച്ചിട്ട് അവർക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരാദ്യമായി ആ ഒരു വീട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് നമ്മുടെ മുന്നിൽ വരച്ച് അതിൻ്റെ 3D ഒക്കെ ചെയ്ത് കാണിച്ചു തരും. സോ അത് കണ്ടതിന് ശേഷമാണ് വി ആക്ച്വലി സ്റ്റാർട്ട് ബിൽഡിങ് ഇറ്റ്, റൈറ്റ്?
In the same way, the result of this course is going to be like this. You will be able to switch from Malayalam to English or English to Malayalam very quickly. So whenever an idea comes to your mind, you don't need to wait for translating it and then producing it through your mouth. You will take no time for that. The idea comes directly, it will come through your mouth. So to get that fluency, to get that expertise, what do you have to do? You have to work a little bit behind it. There is a hard work behind it. So adu nammal cheyan thayyarayi kazhinjal we can easily achieve this skill. Okay, so having said that, let me wind up today's session. So ഇന്നത്തെ ടാസ്ക് ഷീറ്റ് ഞാൻ തരാം. ടാസ്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ, സോ ഇന്ന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെറിയൊരു കാര്യം ചെയ്യുക. ഞാൻ ഒരു അങ്ങോട്ട് പോകും. പാൻ, ട്രീ, സെറ്റ്, ബ്യൂട്ടിഫുൾ. ഒരു മിനിറ്റ്, പോവല്ല, ആരും പോരുത്. eat, walk, car, drink, house, okay. So 1 2 3 4 5 6 7 8 9. Let's add one more. Book. So ഈ വേർഡ്സിൽ ഇന്ന് നമ്മൾ കണ്ട വേർബ് ഏതൊക്കെയാണ് എന്നൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഇതിൽ കാണുന്ന വേർബൊക്കെ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാം. ട്രൈ ചെയ്യുക. അതൊക്കെ ബേസിക് ലെവൽ ലേണേഴ്സിന് വേണ്ടിയിട്ട് പറയുന്നതാണ്. അറിയുന്ന ആളുകൾ ജസ്റ്റ് ലീവ് ഇറ്റ്. സോ ഇതിൽ ഏതൊക്കെയാണ് വേർബ് എന്ന് നോക്കുക. എന്നിട്ട് ആ വേർബുകൾ മാത്രം ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പോവാം. പിന്നെ ബാക്കി നമ്മളുടെ വർക്ക്ഷീറ്റ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിൽ മറ്റ് വർക്കുകൾ ഉണ്ടായിരിക്കും. അത് ചെയ്തു നോക്കുക. അതിൻ്റെ നോട്ട്സൊക്കെ ഉണ്ടായിരിക്കും. ഓൾറൈറ്റ്, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.